ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ആരുട്ടൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കുക്കറിൽ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി. അപ്പോൾ ഞാനിതിലൊരു സീക്രട്ട് ചേർക്കുന്നുണ്ട്, അതുകൂടി പറയാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 2 സവോള, പിന്നെ ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ നമ്മുടെ 2 പച്ചമുളകും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കടുകിട്ട് കറിവേപ്പിലയിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവോളയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് 2 പച്ചമുളക്, അപ്പോൾ എരിക്കനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ സവാള വഴണ്ടി വരാനായിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. അത് നമുക്ക് ഇറുക്കി അടയ്ക്കുകയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് മുകളിലിങ്ങനെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാനൊരു 3 മുട്ട പുഴുങ്ങിയത് ഇവിടെ 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഇതേ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാനിതിൽ ചേർക്കുന്ന സീക്രട്ട് കൂടെ ചേർക്കുമ്പോഴാണ് ഇതിന് ഭയങ്കരമായ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ അടുത്തതായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഓരോരുത്തർക്കും എങ്ങനെ കറി ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് പതുക്കെ ഒന്ന് ആ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഞാനിതിൽ അതിൻ്റെ സീക്രട്ട് ചേർക്കാൻ പോകുന്നത്. നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ മുട്ടക്കറി നല്ല ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റിയായി കഴിക്കാൻ പറ്റും. നമ്മുടെ അപ്പത്തിനോടും ചപ്പാത്തിയോടും ഒപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അതിനുശേഷം കുക്കർ അടച്ചൊരു 3 വിസിൽ ചേർക്കണം. എയറൊക്കെ പോയി. അതിനുശേഷം നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. എൻ്റെ മുട്ടക്കറി കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നെയ്യ് ചേർക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്.